എല്ലാ സ്ഥാപനങ്ങളിലും ഇന്റേണൽ കമ്മിറ്റി രൂപീകരിക്കണമെന്ന് അഡ്വക്കേറ്റ് എലിസബത്ത് മാമൻ മത്തായി. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രസന്റഡ് ബൈ സാന്റാ മോണിക്ക സ്റ്റഡി അബ്രോഡ്. പഠിക്കാമിനി അതിരുകളില്ലാതെ. തൊഴിൽ സ്ഥലത്തെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ഇന്റേണൽ കമ്മിറ്റി എല്ലാ സ്ഥാപനങ്ങളിലും രൂപീകരിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കണമെന്ന് വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് എലിസബത്ത് മാമൻ മത്തായി പറഞ്ഞു. തൊടുപുഴ മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടത്തിയ ജില്ലാതല അദാലത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു വനിതാ കമ്മീഷൻ അംഗം. ഈ ഡിസ്ട്രിക്റ്റിലെ 4 ഇടങ്ങളിൽ വെച്ചാണ് അദാലത്തുകൾ നടത്തുന്നത്. അതിൽ ഇന്ന് തൊടുപുഴ മുനിസിപ്പൽ ഹാളിൽ വെച്ചാണ് ഇവിടെ അദാലത്ത് നടന്നിരിക്കുന്നത്. ടോട്ടൽ 31 കേസുകളുണ്ട്. അതിൽ 15 കേസുകൾ തീർന്നിട്ടുണ്ട്. DLSAക്ക് 2 കേസുകൾ കൈമാറി. പിന്നെ കുടുംബ പ്രശ്നങ്ങൾ ഉള്ളത് കൗൺസിലിങ്ങിലേക്ക് 3 കേസുകൾ, റിപ്പോർട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് റിപ്പോർട്ട് ചോദിച്ചുകൊണ്ട് 3 കേസുകൾ പോയിട്ടുണ്ട്. ബാക്കി കേസുകൾ അടുത്ത അദാലത്തിലേക്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കുടുംബ പ്രശ്നങ്ങൾ വർദ്ധിച്ചു വരുന്നുണ്ട് ഇടുക്കി ജില്ലയിൽ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ കുടുംബ പ്രശ്നങ്ങളെയൊക്കെ നമ്മൾ കൗൺസിലിങ്ങിന് അങ്ങോട്ട് വിട്ട് സൈക്കോളജിസ്റ്റ്, 1 സ്റ്റോപ്പ് സെൻറ്ററിലെ സൈക്കോളജിസ്റ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സഹായത്തിന് വേണ്ടി അങ്ങോട്ട് റെഫർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ 3 കേസുകൾ അങ്ങനെ റെഫർ ചെയ്തു. കൂടുതലും നമുക്ക് കൗൺസിൽ ചെയ്ത് ഒരു സൈക്കോളജിക്കൽ ആറ്റിറ്റ്യൂഡ് നമ്മളെടുത്താൽ പരിഹരിക്കാനുള്ള പ്രശ്നങ്ങളെ ഉള്ളൂ എന്നാണ് എനിക്ക് അഭിപ്രായപ്പെടാനുള്ളത്. സാന്ത്വനം കൊടുക്കുക, സ്ത്രീകളെ ചേർത്ത് പിടിക്കുക, അവർക്ക് കോൺഫിഡൻസ് കൊടുക്കുക. ഇതിൽ കൂടെ പ്രശ്നങ്ങളെ നമുക്ക് പരിഹരിച്ചെടുക്കാൻ. അത് വളർന്നു വന്നാണ് ഈ കുടുംബ പ്രശ്നങ്ങളായി മാറുന്നത്. സ്വയം ഒരു സുരക്ഷിത ഇല്ലായ്മ തോന്നിക്കുകയാണ്. സ്ത്രീകൾക്ക് അവരെ വിശ്വസിക്കുന്നില്ല, അവരെ കരുതുന്നില്ല, അവരെ ഉപദ്രവിക്കുന്നു, ഇങ്ങനെയുള്ള ഭയം അവരുടെ ഉള്ളിൽ വരിക. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഡയറക്റ്റ്ലി അക്യൂസേഷൻ അവർ മാനസിക രോഗികളാണെന്നുള്ള രീതിയിലേക്ക് അവരെ ചിന്തിപ്പിക്കുന്ന സാഹചര്യങ്ങളാണ് ഈ കുടുംബ പ്രശ്നങ്ങളുടെ ചിലതിൻ്റെയൊക്കെ പശ്ചാത്തലം. അപ്പോൾ അതുകൊണ്ട് ആക്ച്വലി അവർക്ക് മാനസിക പ്രശ്നങ്ങളില്ല, അവർക്ക് പരിഹരിക്കാനുള്ള പ്രശ്നങ്ങളേ ഉള്ളൂ എന്ന് പറഞ്ഞ് സാന്ത്വനപ്പെടുത്തി പോലീസിൻ്റെയും സൈക്കോളജിസ്റ്റിൻ്റെയും കൂട്ടായ സഹകരണത്തോടുകൂടെ ഇവിടെ 2-3 കേസുകൾ ഇന്ന് സോൾവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്, സമാധാനപ്പെടുത്തി വിട്ടിട്ടുണ്ട്. പിന്നെ വർക്ക് പ്ലേസിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ പെറ്റീഷണർ ജോലിസ്ഥലം വിട്ടുപോയി. അവർ പോകുന്ന സമയത്ത് ഈ ഓഫീസിലെ ചില രേഖകൾ അവരുടെ കയ്യിലുണ്ട്. അപ്പോൾ ഓഫീസും ആ പ്രശ്നങ്ങൾ തീർക്കാൻ തയ്യാറാണ്. ആ ഓഫീസ് ഇവരുടെ ഡോക്യുമെൻറ്റ്സ് കയ്യിലിരിക്കുന്നത് ഈ പെറ്റീഷണറിൻ്റെ കയ്യിലുള്ള രേഖകൾ തിരിച്ചു കൊടുക്കുമ്പോൾ മറ്റേ കൈമാറാൻ അടുത്ത അവധിക്കത്തേക്ക് പോസ്റ്റ് ചെയ്തു. നിസ്സാരമായ കാര്യങ്ങളെ ഉള്ളൂ പറഞ്ഞു തീർക്കാൻ. ഇത് ഇൻറ്റേർണൽ കമ്മിറ്റി, കംപ്ലയിൻറ്റ്സ് കമ്മിറ്റി ഓഫീസുകളിൽ വേണം. 10-ൽ കൂടുതൽ വനിതകൾ ജോലി ചെയ്യുന്ന സ്ഥാപനം. ഇടുക്കി ജില്ലയിൽ കുടുംബ പ്രശ്നങ്ങൾ വർദ്ധിച്ചു വരുന്നുണ്ട്. കുടുംബ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ലഭിച്ച പരാതികളിൽ കൗൺസിലിംഗ് ലഭ്യമാക്കും. കൂടുതൽ കുടുംബ പ്രശ്നങ്ങളും കൗൺസിലിംഗിലൂടെ പരിഹരിക്കാൻ സാധിക്കുന്നവയാണ്. സ്ത്രീകളെ ചേർത്ത് പിടിച്ച് അവർക്ക് ആത്മവിശ്വാസം പകരുന്നതിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും. ഇത്തരത്തിലുള്ള 3 കേസുകൾ ജില്ലാതല അദാലത്തിൽ തീർപ്പാക്കിയെന്നും വനിതാ കമ്മീഷൻ അംഗം പറഞ്ഞു. വനിതാ കമ്മീഷൻ CI ജോസ് കുര്യൻ, കൗൺസിലർ ടീന, ഇടുക്കി വനിതാ സെൽ പോലീസ് ഓഫീസർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ആകെ 31 പരാതികളാണ് ജില്ലാതല അദാലത്തിൽ പരിഗണിച്ചത്. ഇതിൽ 15 പരാതികൾ തീർപ്പാക്കി, 2 പരാതികൾ DLSAക്ക് കൈമാറി, 3 പരാതികൾ കൗൺസിലിംഗിനും 3 പരാതികൾ പോലീസ് റിപ്പോർട്ടിനും അയച്ചു. ഇടുക്കി ലൈവ് ന്യൂസ് തൊടുപുഴ. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത്